21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വള്ളുവനാടൻ സാംസ്കാരിക വേദി അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ നൽകുന്ന നന്ദനാർ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സോണിയ ചെറിയാന് സമ്മാനിച്ചു. പുരസ്കാര സമർപ്പണവും നന്ദനാർ അനുസ്മരണവും നോവലിസ്റ്റ് KP രാമനുണ്ണി നിർവഹിച്ചു. താൻ അനുഭവിച്ച ജീവിത വൈരുദ്ധ്യങ്ങളെ അനുഭൂതിദായകരമാക്കിയ സൃഷ്ടികളാണ് നന്ദനാരുടേതെന്ന് KP രാമനുണ്ണി പറഞ്ഞു. ഉണ്ണിക്കുട്ടന്റെ നിഷ്കളങ്കമായ ദൃഷ്ടിയോടെ ലോകത്തെ കാണുകയും എന്നാൽ പട്ടാളക്കഥകളിലൂടെ മനുഷ്യന്റെ ക്രൂരതയും ദൈന്യതയും അവതരിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരനായിരുന്നു നന്ദനാർ. അനുഭവങ്ങളെ അനുഭൂതികളാക്കി എഴുതിയ രാമനുണ്ണി പറഞ്ഞു. രാമനുണ്ണിയിൽ നിന്ന് സോണിയ ചെറിയാൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹത നേടിയത്. ക്യാഷ് അവാർഡും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. സഹകരണ ബാങ്ക് ഡയറക്ടർ R സേതുമാധവൻ ക്യാഷ് അവാർഡ് കൈമാറി. സാംസ്കാരിക വേദി ചെയർമാൻ PA നിഷാദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനം നടത്തി. PS വിജയകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ P ഗീത നന്ദനാർ ശതാബ്ദി ആഘോഷ പ്രഖ്യാപനം നടത്തി. സോണിയ ചെറിയാൻ മറുപടി പറഞ്ഞു. സമ്മേളനത്തിൽ സാംസ്കാരിക പ്രവർത്തകൻ KR രവി, മുട്ടും വിളിയും കലാകാരൻ ബാപ്പു തട്ടാരക്കാട്, CA പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം നേടിയ ഫാത്തിമ ഷഹസ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു. MP അനാമികയ്ക്ക് നന്ദനാർ സ്കോളർഷിപ്പും A സായി ഗോവിന്ദിനെ ബാലചന്ദ്രൻ മാസ്റ്റർ ഓർമ്മ പുരസ്കാരവും KP രാമനുണ്ണി സമ്മാനിച്ചു. KK ഭവിൻ കൃഷ്ണ, K സൻഹ എന്നീ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി. സാംസ്കാരിക വേദി പ്രവർത്തകരായ രാജീവ് കാലടി, പ്രശാന്ത് വള്ളുവനാടൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജ്മ തബ്ഷീറ, പഞ്ചായത്ത് അംഗങ്ങളായ U രവി, രമ്യ സുരേഷ്, നന്ദനാരുടെ മകൻ P സുധാകരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തരകൻ സ്കൂൾ മാനേജറായിരുന്ന VK വേണുഗോപാൽ, വേദി പ്രവർത്തകൻ K കൃഷ്ണൻകുട്ടി എന്നിവരെ സജിത് പെരിന്തൽമണ്ണ അനുസ്മരിച്ചു.